ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് ലീഗൽ അസിസ്റ്റന്റ്. അപ്പോൾ സെക്രട്ടറി ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നു. ഇനി ഒരു 40 ദിവസത്തിൻ്റെ അടുത്ത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്രാക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ലീഗൽ അസിസ്റ്റന്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് അനലൈസിസും അതുപോലെ തന്നെ കുറച്ച് ടിപ്സും സ്ട്രാറ്റജീനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്റ്റഡി പ്ലാനാണ്. നമ്മൾ പറഞ്ഞു ഇത്രയും കോമ്പറ്റീഷനുള്ള അത്രയും ലെവൽ കോമ്പറ്റീഷനുള്ള പരീക്ഷയ്ക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഒരു ടൈം ടേബിൾ ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈറബിളായ നമുക്ക് പറ്റിയ ഒരു റിസൾട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഒരു ഷെഡ്യൂൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്ന ഒരു മഹാഭൂരിപക്ഷം പേരും പ്രാക്ടീസ് അനുദിനം കോടതി പോയി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ കുറച്ച് പേരാണ് പിന്നെ ലീവ് എടുത്ത് ഇതിനുവേണ്ടി മാത്രം ഇരുന്ന് പഠിക്കുന്നവർ. പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയലഭ്യതയാണ്. ഇല്ലേ, നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം. ചിലപ്പോൾ ചിലർക്ക് 8 മണി 7:30 ആ ടൈം ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, തിരിച്ചെത്തുന്ന ചിലപ്പോൾ എപ്പോഴാണെന്ന് പോലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 7 മണി 8 മണി എന്നുള്ളത് ഓരോ കോടതിയും ഓഫീസും അനുസരിച്ചിരിക്കും അത്. അപ്പോൾ നമ്മളൊരു ഡെയിലി വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഡെയിലി ഒരു 5 hours പരമാവധി മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ടൈം മാക്സിമം സ്പെൻഡ് ചെയ്യുക. ഒരു 5 hours രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു 5 to 8 നോക്കാം നമുക്ക്. പിന്നെ വൈകിട്ട് എത്തിക്കഴിഞ്ഞൊരു 8 to 10 നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെ ഒരു 5 hours നമുക്ക് എന്ത് ചെയ്യുക, ഡെയിലി ഒരു 5 hours വർക്കിംഗ് ഡേയ്സിൽ. ഓക്കെ, അതിലെ ഒരു മണിക്കൂർ, അതായത് 1 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. 1 hour റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഒരു 1 hour ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതുപോലെ റിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 hour ഞാൻ പറഞ്ഞു റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ട്, അതിൽ അരമണിക്കൂർ നമ്മൾ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു അരമണിക്കൂർ, ബാക്കി അരമണിക്കൂർ നമ്മൾ അന്ന് പഠിച്ചത് റിവൈസ് ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 9-ാം തീയതി പഠിച്ച കാര്യം 10-ാം തീയതി രാവിലെ എണീക്കുമ്പോൾ റിവൈസ് ചെയ്തിട്ട് വേണം 10-ാം തീയതിക്കുള്ള ടോപ്പിക്സ് തുടങ്ങാൻ. എന്നിട്ട് 10-ാം തീയതിയിലുള്ള ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം, 10-ാം തീയതി രാത്രി നമ്മൾ എന്ത് റിവൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാൻ. അങ്ങനെയാണ് നിങ്ങൾ വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ധാരാളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചോദ്യമായിരിക്കും എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഗ്രേറ്റർ എഡ്ജ് കിട്ടും നമുക്ക് അവിടെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി 5 hours, അതുപോലെ തന്നെ നിങ്ങൾ ഓരോ 2 daysും ഓരോ മൊഡ്യൂൾ വെച്ച് നോക്കുന്നതാണ് കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 9-ാം തീയതി 10-ാം തീയതി മൊഡ്യൂൾ 1 ആണെങ്കിൽ 11-ഉം 12-ഉം മൊഡ്യൂൾ 2, അങ്ങനെ എന്ത് ചെയ്യുക, റൊട്ടേഷൻ ബേസിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിളായ രീതിയിൽ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഗ്രേറ്റർ ഫോക്കസ് ഓൺ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, അതുപോലെ ലാസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, ഇവിടെയാണ് എന്ത് ഗ്രേറ്റർ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മാർക്സ് വരുന്നത്. അവിടെ എന്ത് ചെയ്യുന്നത്, ആക്റ്റുകളുടെ എണ്ണം എന്ത് ചെയ്യുക, കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ വേണ്ടി ഓട്ടോമിക്കത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെയിലി ബേസിൽ ഡീൽ ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് ഇത് വായിച്ചാൽ ധാരണയാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനിയും നമുക്ക് ഹോളിഡേയ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേയ്സ്. ഈ ഹോളിഡേയ്സും സെക്കൻഡ് സാറ്റർഡേ നിങ്ങൾ ഒരു 8 hours വെച്ച് നിങ്ങൾ മാറ്റി വയ്ക്കും. ഓക്കെ, 8 hours ഒരു 5 hours സബ്ജക്റ്റ് സ്റ്റഡി, ഒരു 2 hours നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഒരു 1 hour റിവിഷൻ ഇങ്ങനെ മാറ്റി വെച്ചുകൂടെ നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് ഹോളിഡേയ്സും സെക്കൻഡ് സാറ്റർഡേ. പിന്നെ സൺഡേ എന്ന് പറയുന്ന ഡേ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേ. സൺഡേ എന്ന് പറയുന്ന ഡേയിലാണ് നമ്മൾ ആ വീക്കിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്തെടുക്കുന്നത് സൺഡേ ആണ്. അതുപോലെ തന്നെ അതാണ് 2 hours സൺഡേയിൽ റിവിഷൻ ടൈമിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു മോഡൽ എക്സാം, എല്ലാ സൺഡേസും മിനിമം ഒരു മോഡൽ എക്സാം എങ്കിലും നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ സൺഡേയിൽ 5 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി. ഇപ്പോൾ ആ വീക്കിൽ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും, നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സൺഡേ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് തീർക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയും പ്രാക്ടീസിന് പോകാണ്ട് ഇതിനുവേണ്ടി ഇരുന്ന് പഠിക്കുന്നവരുണ്ടോ, അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞില്ല, മാക്സിമം ടൈം ഒരു 8 to 10 hours മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സൈക്കിൾ പോലെ എന്ത് ചെയ്യുക നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ചിലർക്ക് രാത്രി ലേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാനായിരിക്കും കുറച്ച് താല്പര്യം, ചിലർക്ക് രാവിലെ നേരത്തെ എണീച്ച് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ ചെയ്യുക. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയി സ്ട്രാറ്റജിക്കായി പോയാലേ നമുക്ക് സിലബസ് കവർ ആവുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു നല്ല റിസൾട്ടും നമുക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 40-40 ദിവസം നമ്മൾ അസറ്റ് പോലെ ഒരു 40 days നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ നമുക്കൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്തെങ്കിലും കിട്ടും. അതുപോലെ ഡിസൈറബിളായ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.